a student community, we came across the problem that the most of the vegetables and others farm products are brought from other states. This makes Kerala totally dependent on other states. There is a huge lack of the contribution of agriculture to the GDP of the Kerala. Also, there is a lot of pesticides content in the vegetables. Also, the youth is reluctant to enter into agriculture as their livelihood. There should be proper storage and distribution maintenance attached to the farm produce. More and more youth should be brought to the sector by giving modern farming techniques, trainings, more workshops in farming, etc. Also, the communities can be organized in the micro communities for farming purpose. This can be made used to produce agricultural products in a small area. At the same time, there could be policy intervention on the part of the student communities to protect the paddy and the agricultural land. The agricultural produce can be linked to proper storage systems of ഗവൺമെൻറ് ഏത് വാട്ടർ സോഴ്സ് വേണമെങ്കിലാക്കാലോ, വെല്ല്, ലേക്കത് ഏത് വേണമെങ്കിലാക്കാലോ. ആ ഒരു വാട്ടർ സോഴ്സിലേക്ക് ഇടണം. എന്നിട്ട് സിമെൻറ്റ് ബോക്സിൻ്റെ അടിഭാഗം, അതായത് ഭൂമിയോട് ചേർന്നിട്ട് ഒരു പൈപ്പ് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വാൽവ് പൈപ്പുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റണം. എന്നിട്ട് മുകളിൽ തുറന്നിട്ട് അതിൽ ഫുള്ള് വെള്ളം നിറയ്ക്കണം. ഫുള്ള് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിമെൻറ്റ് ബോക്സ് നിറയണം അത്ര വെള്ളം നിറച്ചിട്ട് അത് അടച്ചു വയ്ക്കുക. പിന്നെ നമുക്കത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. പിന്നെ എന്നിട്ട് ആ വാൽവ് ഭൂമിയോട് ചേർന്നിട്ടിരിക്കുന്ന പൈപ്പിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കൃഷി സ്ഥലത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് സിമെൻറ്റ് ബോക്സിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എയർ ടൈറ്റഡ് ആയതുകൊണ്ട് തന്നെ വാട്ടർ സോഴ്സിൽ നിന്നുള്ള വെള്ളം അത് തന്നെ വലിക്കും. അതാണ് മാൻ പവർ വർക്കിങ്ങിൻ്റെ പേരിടാൻ കാരണം. നമ്മുടെ ഒരു ഫിസിക്കൽ വർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അതായത് ഒരു പവർ നമ്മൾ കൊടുക്കാതെ തന്നെ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു സിമെൻറ്റ് ബോക്സിന്. ഏകദേശം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടത് 1.5 ലക്ഷം രൂപയാണ്. അതായത് നമ്മൾ ഒരു ആദ്യമായിട്ടാണ് കൃഷി തന്നെ തുടങ്ങണമെങ്കിൽ നമുക്ക് അതിനുള്ള വാട്ടർ സോഴ്സ് കിണറാണ് ഇവിടെ കൂടുതലായിട്ട്. പുഴയുടെ അടുത്തൊക്കെയാണ് സ്ഥാപിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ മതി. എന്നാൽ നമ്മളൊരു കിണർ കുത്തിയിട്ടാണ് ചെയ്യണം, ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കൃഷി സ്ഥലത്തേക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ തന്നെ വേണ്ടി വരും.